വളാഞ്ചേരി നഗരസഭ യു.ഡി.എഫ് പ്രകടന പത്രിക ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പിയും കോട്ടയ്ക്കൽ എം.എൽ.എ. ആബിദ് ഹുസൈൻ തങ്ങളും ചേർന്ന് പ്രകാശനം ചെയ്തു. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ യു.ഡി.എഫ് ഗവൺമെൻറ് ഓരോ കാര്യത്തിലും എടുത്തിരുന്ന സമീപനം. ഇപ്പോൾ പഞ്ചായത്തുകളുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അധികാര വികേന്ദ്രീകരണം ഭരണഘടനാ പ്രകാരം പാസ്സായതിനു ശേഷം അത് ഫലപ്രദമായി നടപ്പിലാക്കിയത് കേരളമായി. അധികാരം പരമാവധി നമ്മൾ കൊടുത്തു, പൂർണ്ണമായിട്ട് കൊടുത്തിട്ടില്ല, ഇപ്പോൾ ആയിട്ടില്ല. ഭരണഘടന വിഭാവനം ചെയ്ത പോലുള്ള അധികാര വികേന്ദ്രീകരണം താഴെത്തട്ടിലെത്താൻ ഇനിയും സമയമുണ്ട്, സമയം വേണം. പക്ഷേ പ്രധാനപ്പെട്ട പലതും നമ്മൾ കൊടുത്തിരുന്നു. ആ കൊടുത്തിരുന്ന അധികാരങ്ങൾ പലതും ഇടതുപക്ഷ മുന്നണി വന്നപ്പോൾ തിരിച്ചെടുക്കാനുണ്ടായിട്ടില്ല. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ മദ്യവ്യാപനം പോലുള്ള സംഗതികൾ, ഒരു നാട്ടിൽ മദ്യഷോപ്പ് അനുവദിക്കാമോ വേണ്ടയോ എന്നിത്യാദി കാര്യങ്ങൾക്കെല്ലാമുള്ള പരമാധികാരം പഞ്ചായത്തിനായി. അബ്കാരി കോൺട്രാക്ടർമാർ വലിയ ശക്തന്മാരാണ്, പക്ഷേ അവർക്കെല്ലാവർക്കും പഞ്ചായത്തിൻ്റെ മുമ്പിൽ തന്നെ വേണം പറയാൻ. പഞ്ചായത്ത് നോ എന്ന് പറഞ്ഞാൽ നോ ആണ്, അതിലപ്പുറം ഉണ്ടായിരുന്നില്ല. ആ എല്ലാ അധികാരങ്ങളും തിരിച്ചെടുത്ത് അബ്കാരി കോൺട്രാക്ടർമാരുടെ താല്പര്യം പരീക്ഷിക്കുന്ന വിധത്തിൽ അതിന് അനുവാദം കൊടുക്കാനുള്ള അധികാരം അവർ കൈവശമാക്കി അവരുമായിട്ട് കച്ചവടം ഉറപ്പിച്ചാണ് നമുക്ക് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളാഞ്ചേരി സുരക്ഷിത നഗരം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി വളാഞ്ചേരി ദേശീയപാതയിൽ ഐറിഷ് മോഡൽ പദ്ധതി നടപ്പിലാക്കും. പരിസ്ഥിതി സൗഹൃദ വികസനം നടപ്പിലാക്കും. പ്രവാസി സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം നൽകും. വ്യാപാര മേഖലയിൽ ചെറുകിട കച്ചവടക്കാർക്ക് പ്രോത്സാഹനവും സംരക്ഷണവും നൽകുമെന്നും വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നൽകി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും നെൽകൃഷിക്ക് സംരക്ഷണം, കർഷകർക്ക് പ്രത്യേക സഹായം, പരമ്പരാഗത കർഷകർക്ക് ആദരം എന്നിവ നടപ്പിലാക്കുമെന്നും ആധുനിക സൗകര്യങ്ങളുടെ പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കും. നഗരത്തിൽ സൗകര്യപ്രദമായ സ്ഥലത്ത് ഓട്ടോ ടാക്സി സ്റ്റാൻഡ് നിർമ്മിക്കും. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കും. കുടിവെള്ള പദ്ധതികൾ പൂർത്തീകരിക്കും. പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുമെന്നും വളാഞ്ചേരി യു.ഡി.എഫ് പ്രകടന പത്രിക പറയുന്നു. പ്രകടന പത്രിക ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പിയും കോട്ടയ്ക്കൽ എം.എൽ.എ. ആബിദ് ഹുസൈൻ തങ്ങൾ ചേർന്ന് പ്രകാശനം ചെയ്തു. പി. നൌഷദ് അധ്യക്ഷനായിരുന്നു. കെ. ഹാബിബ് ഹുസൈൻ തങ്ങൾ എം.എൽ.എ., സി.എച്ച്. അബു യൂസഫ് കുരിക്കൽ, ടി.കെ. ആബിദ് അലി, സലാം വളാഞ്ചേരി, അഷ്റഫ് അമ്പലത്തിങ്കൽ, മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ, സി. അബ്ദുൽ നാസർ, പാറയിൽ മുഹമ്മദ്, കെ.പി. സുബൈർ മാസ്റ്റർ, പറമ്പൻ ഹബീബ്, യു. യൂസഫ് എന്നിവരും സംബന്ധിച്ചു.